നീ തിരിച്ചു മരിക്കുമല്ലോടാ. പിന്നെ എന്ത് ചെയ്യാനാണ് എന്റെ ടീക്ക പാപ്പ നോക്കിയ സാധനം കണ്ട എന്റെ സാധനം എന്ത് തള്ളാണ് ഇവര് ഈ പറയണത് അറിയാമോ? തള്ളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഞാൻ എന്റെ അപ്പാപ്പിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഈപ്പച്ചാൻ നിങ്ങടാ അതെ ഈപ്പച്ചാൻ പണ്ട് കാട്ടിലല്ലായിരുന്നു. കാട്ടില് മറ്റേ കാട് വെട്ടി കാട്ടുമൃഗങ്ങളെ ആ സംഭവം വേറെ ദിവസം പറയാം. ഇത് കംപ്ലീറ്റ് കാര്യം അപ്പാപ്പി നോക്കുമ്പോണ്ടല്ലോ ആടെ 10-15 ആന ഇങ്ങനെ കടാകടിയന്മാരെ ഒറ്റ നിപ്പ. ആനകള് കരിമ്പന്തോട്ടത്തില് ഉത്സവത്തിന് 10-15 ആനകൾ. എന്റെ ഉൽപ്പു ഈ ആന കരിമ്പൻ കാട്ടി കേറി എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ, അത് ഈ കഥയാ. ഒരറ്റത്ത് നിങ്ങളുടെ മുത്തശ്ശൻ ജയൻ കുതിരയല്ലേ, ഇത് ആനയാ. ഈ ആന ഇങ്ങനെ കെട്ടി വട ഇങ്ങനെ വലിച്ചങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ. ശർക്കര ഒരു സ്പെഷ്യൽ കൂട്ട് മിക്സ് ആയിട്ട് അപ്പാപ്പി ഇങ്ങനെ കൂട്ടി അത് വടത്തിലുള്ള എന്നിട്ട് അപ്പാപ്പി ഒരു 5-10 മിനിറ്റ് മയങ്ങാനൊന്ന് കിടന്നു. തിരിച്ചു നോക്കുമ്പോ ആന മൊത്തം കരിമ്പ് നശിപ്പിച്ച് പോയിട്ടുണ്ടാവും. ഒന്നുമല്ല, 15 ആനയെ നമ്മളിങ്ങനെ തുണി ഉണക്കിയിട്ട് ഇങ്ങനെ അയ തൂക്കിയെടുത്തില്ലേ, അതുപോലെ 15 ആന ശർക്കര തിന്നിട്ട്. അതല്ലേ പിടിക്കാൻ പറ്റും ശർക്കര. ഞാൻ പറയട്ടെ, ഒരു സ്പെഷ്യൽ കൂട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതെന്താ ഫെവിക്കോൾ. ഈ ഫെവിക്കോളിന്റെ ഇപ്പോഴത്തെ പടം കണ്ടിട്ടുണ്ടാ? 2 ആന. അത് ഈ 15 ആന അവർക്ക് പടത്തിൽ കയറ്റാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഈ 2 ആന. അത് ഈ നിങ്ങളുടെ മുത്തശ്ശനെ മേടിച്ചിട്ടാണ് ഈ വടം 2 ആന. അല്ല, ഇതിപ്പോ കേട്ടുകഴിഞ്ഞാൽ തള്ളാണെന്ന് നടന്ന സംഭവമാണല്ലോ, അതുകൊണ്ടായിരിക്കും ആൾക്കാർ അങ്ങനെ പറയാം. അയ്യോ, കേൾക്കുമ്പോ തള്ളാൻ തോന്നുന്നു, സംഭവം നടന്നല്ലേ. അല്ല, അത് ഞാൻ പറയാം, നടന്ന സംഭവിക്കില്ല, അതുകൊണ്ടായിരിക്കും ആൾക്കാർ പറയണത്. ഈ നിങ്ങളുടെ മുത്തശ്ശന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ മുത്തശ്ശന്റെ കാര്യം ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ടെസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടത്. നമ്മുടെ മുത്തശ്ശൻ പുള്ളി ഒരു മീൻപിടുത്തക്കാരനായിരുന്നല്ലോ. പുള്ളിക്കാരൻ്റെ ഈ വീട് ജപ്തി ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ് വന്നിരിക്കണ സമയമാണ്. ആ സമയത്ത് പുള്ളിക്കാരൻ എന്ത് ചെയ്ത്, പുള്ളിക്കാരൻ വഞ്ചി എടുത്ത് നേരെ പുറംകടലേക്ക് പോണ മീൻ പിടിക്കാനായിട്ട്. അവിടെ ചെന്ന് രാവിലെ ചെന്ന് വൈകുന്നേരം ഈ രാത്രി പിറ്റേ ദിവസം രാവിലെ ഒരു ഒറ്റ മീൻ വഞ്ചിക്കകത്ത് കയറിയിട്ടില്ല. എന്റെ മുത്തശ്ശൻ നിങ്ങളുടെ മുത്തശ്ശൻ ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ഈ മുത്തശ്ശൻ ഉണ്ടല്ല, അവസാനം എപ്പോഴേക്കും ഒരു ഗതിയില വന്നപ്പോ എന്റെ കിരീടം വെച്ച മാതാവേ എന്ന് വിളിച്ചിട്ടൊരു ഒറ്റ എറിയലാണ്. കിരീടം ഇപ്പോഴാണ് കിട്ടിയത്. അല്ല, അത് തൃശ്ശൂർ, അത് വേറെ കഥ. എന്റെ കടലമ്മേന്ന് വിളിച്ചിട്ടൊരു ഒറ്റ എറിയാണ് കടലിലേക്ക്. എന്നിട്ട് നോക്കുമ്പോ എന്താണ്, ഭയങ്കര പെടപ്പാണ്. കൊമ്പനം പിടിക്കാനായിട്ട് ആ മരത്തിലെ മമ്മൂട്ടിയല്ല, എന്റെ മുത്തശ്ശനാണ് കടലിൽ പോയേക്കണത്. പുള്ളിക്കാരൻ ഇങ്ങനെ വല പിടിച്ച് കയറ്റുമ്പോ എന്താ കാണാന്നറിയാമോ? ഒരു 100-150 കിലോ ഉണക്കച്ചെമ്മീൻ. സംഭവം എന്താണെന്നറിയാമോ? ഈ സാധനം പിടിച്ച് കരയെ കൊണ്ടുവന്ന് ഉണക്കി കൊണ്ട് വിൽക്കുമ്പോഴേക്കും വീട് ബാങ്കർ ജപ്തി ചെയ്തുകൊണ്ട് പോകും. അത് മനസ്സിലാക്കിയ കടലമ്മ ഉണക്ക ചെമ്മീൻ മുത്തശ്ശൻ കൊണ്ട് കൊടുത്താണ്. അങ്ങനെയാണ് മുത്തശ്ശൻ ആ കടം കിട്ടിയത്. അല്ലേ? കേൾക്കുമ്പോ തള്ളാണെന്ന് തോന്നൂലേ? അല്ല, സത്യമായിട്ട് നടന്ന കഥയാണ്. സത്യമായിട്ടും അതെ. അതെന്താന്നറിയാമോ? ഈ ഒരു തിരുവാടി പറയണേ, അവരുടെ ഒരു മുത്തശ്ശൻ ഇതേമാതിരി നമ്മളെ പോലെ ഒരു മുത്തശ്ശൻ, അയാള് ഈ നമ്മളെ ആമസോണിൽ സാധനം മോശമാണെങ്കിൽ നമ്മൾ റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തിട്ട് തിരിച്ചു വിടുന്ന പരിപാടി ഉണ്ടല്ലോ, അതേമാതിരി ഈ കടിച്ച പാമ്പിനെ റിട്ടേൺ റിക്വസ്റ്റ് അയച്ച് വിളിച്ചു വരുത്തിയിട്ട് ഈ വിഷം റിട്ടേൺ ചെയ്ത് വിടുന്ന പരിപാടി. ഇതിപ്പോ എന്താ ചിരിക്കാനുള്ളത്? ഈ കഥ എനിക്കറിയാലോ. നിങ്ങൾക്കറിയാമോ? ഇത് നമ്മുടെ അപ്പാപ്പിയുടെ കഥയാ. നിങ്ങളുടെ മുത്തശ്ശനകത്തുണ്ടാ? എന്റെ മുത്തശ്ശനല്ല ഇത്. ഞാൻ പറയാം. ഈ പുള്ളിക്കാരനുണ്ടല്ലോ, പഠിച്ച പണി 18 നോക്കി, പാമ്പ് വരുന്നില്ല. പാമ്പ് വരണ്ടേ? അപ്പാപ്പി അവിടെ അപ്പുറത്ത് നമ്മുടെ അവിടെ ഒരു മൂട്ടിലൊരു പാലമരല്ലേ, ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. ആ പാലമരത്തിലാണ് നമ്മുടെ കല്യങ്കാട്ട് നീലിനെ തളച്ചു വെച്ചിരിക്കുന്നത്. അത് ഈ അപ്പാപ്പി ആണിയ ഊരി തളച്ചാണിയാ. എന്നിട്ട് അപ്പാപ്പി അങ്ങനെ പോട്ടെ. അങ്ങനെ നിൽക്കുമ്പോഴാണ്
നമ്മുടെ ഈ കഥാപാത്രത്തിന്റെ മുത്തച്ഛൻ ഒരു അറ്റ വിളിയാ ഈ പച്ച എന്നെ കാത്തോളി. ഇപ്പച്ചെന്ന് പറയുന്നത് നമ്മുടെ അപ്പാപ്പി. നിങ്ങളുടെ അപ്പ കാര്യം മനസ്സിലായി. കൈവിട്ട് പോയെന്നാണ്. അപ്പാപ്പി ഓടിച്ചെന്ന് അപ്പുറത്തൊരു പച്ചത്തൂറുണ്ടായിരുന്നു, അതിനങ്ങ് തീയിട്ടു നമ്മുടെ തൊഴുത്തിൽ കയറിയിട്ട്. ഇതാണ് അതിനകത്ത് പറയണത്. തൊഴുത്തിന് പിടിച്ച കാര്യം പറയാനായിട്ട് അപ്പാപ്പി കത്തിച്ച് പറയുന്നടാ. അപ്പാപ്പി കത്തിച്ചെന്നല്ല, ആ തൊഴുത്ത് കത്തിയത് അപ്പാപ്പി കത്തിച്ച. എന്നിട്ട് അപ്പൊ ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ട് കൂടി മൊത്തം അങ്ങോട്ട് സ്വാഭാവികമാണല്ലോ. അപ്പൊ ഈ പാമ്പിനെ കാണണ്ടേ, അപ്പൊ അപ്പാപ്പി ഒരു ടെക്നിക്ക്. അപ്പാപ്പി പയ്യെ ഒരു വര അങ്ങോട്ടും ഒരു വര ഇങ്ങോട്ടും. പാമ്പ് വന്നതും ഇതാ വന്നു ഇതാ പോയിന്ന് 2 വര മനസ്സിലായി. പാമ്പ് വന്നു പോയെന്ന് പറഞ്ഞു. ഇതൊരു മാതിരി മറ്റേ മനോരമയിൽ വന്ന റൂട്ട് അത് മനോരമക്കാരും ഇത് കണ്ടിട്ടല്ല, അപ്പാപ്പിയുടെ പരിപാടി കണ്ടിട്ടല്ലേ ഇതൊക്കെ ചെയ്തു തന്നെ. അല്ല, കേൾക്കുമ്പോ തള്ളാൻ തോന്നുമെങ്കിലും നടന്നായിരിക്കുമല്ലേ. അല്ല, നടന്നോണ്ടായിരിക്കും ആൾക്കാർ ഈ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് മാത്രമല്ല, ഇത് കാണുന്ന ആൾക്കാരോടെ പറയണത്, ഈ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കടിച്ച പാമ്പിനെ തിരിച്ചൊരിക്കല ഇതുപോലെ ആൾക്കാരുടെ അടുത്ത് പോവല്ലേ ചെയ്യേണ്ടത്. ആളെ നേരെ ആശുപത്രി കൊണ്ടുപോവുക, ആന്റിവനം കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞിരിക്കാൻ കൊള്ളാം. കാര്യത്തിലെടുക്കുമ്പോൾ നമ്മൾ നേരെ ആന്റിവനം എടുക്കും. അത്രേ ഉള്ളു കാര്യങ്ങൾ. അപ്പൊ ശരി, കാണാം.